ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാം? ഈ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേവാരി ഭിത്തി കളിക്കും. ഉള്ള കാര്യം പറയാം. എല്ലാവരും കേട്ടല്ലോ, ഒരു ദളിത് വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ PhD എടുക്കാൻ അനുവദിക്കാതെ അയാളെ ജാതീയമായി അധിക്ഷേപിച്ച ടീച്ചറിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ വാക്കുകൾ. എന്ത്? ടീച്ചറുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ദളിത് സ്ത്രീ ആണെന്ന്. അതായത് ടീച്ചറിന് ജാതി വിവേചനം ഇല്ല എന്നതിനുള്ള തെളിവാണത്രേ അടുക്കളയിൽ ജോലി ചെയ്യാൻ ഒരു ദളിത് സ്ത്രീക്ക് അനുവാദം കൊടുത്തത്. ഇവർക്കൊരു ദളിത് വിദ്യാർത്ഥിയുടെ ഉന്നത വിദ്യാഭ്യാസം തടയാം, അവരുടെ സ്വപ്നങ്ങൾ തകർക്കാം, പൊതുവേദിയിൽ വെച്ച് അവരെ അധിക്ഷേപിക്കാം. പക്ഷെ ആ ടീച്ചറിന് ആ വ്യക്തിയോട് ജാതി വിവേചനം ഉണ്ടെന്ന് മാത്രം നമ്മൾ പറയാൻ പാടില്ല. കാരണം അവരുടെ അടുക്കളയിൽ സ്റ്റൗവിൽ തീ കത്തിക്കുന്നത് ഒരു ദളിത് സ്ത്രീയാണ്. ഇടയ്ക്കൊക്കെ ഈ ജാതിയോളി ടീമുകൾ പറയാറുണ്ട്, എനിക്ക് ജാതി വിവേചനമൊന്നും ഇല്ല കേട്ടോ. അതിനവർ എക്സാമ്പിളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, എനിക്ക് ദളിതനായ ഒരു സുഹൃത്തുണ്ട്. എന്താണ്? ദളിതനായ സുഹൃത്തുള്ളത് എന്തോ വലിയ കാര്യമാണ്, ഞാനെന്തോ വലിയ നന്മയാണ് അവിടെ ചെയ്യുന്നത് എന്ന തോന്നൽ. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇപ്പോൾ ഇയാളിവിടെ വന്ന് പറഞ്ഞത്. ഒരു ദളിത് സ്ത്രീ പാചകം ചെയ്യുന്നത് ഒരു സേവനമാണ്, അതവരുടെ തൊഴിലാണ്. അവർക്ക് ആ തൊഴിൽ ചെയ്യാൻ നിങ്ങൾ കാരണമായി എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ വലിയ നന്മയോളിയാണെന്നൊന്നുമല്ല. ഇനി ഞാൻ അങ്ങനെ കൊടുത്തത് കൊണ്ട് അവർക്കങ്ങനെ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ജാതി വിവേചനം കേട്ടോ. അതുകൊണ്ട് ഇത്തരം അടുക്കള സിമ്പതി കാർഡെല്ലാം എടുത്ത് മുമ്പോട്ട് വീശാതിരിക്കുക. ഈ ജാതീയത എന്ന് പറയുന്നത് ഒരു പാചക വിഷയമൊന്നുമല്ല, അത് ഒരു സാമൂഹിക രോഗമാണ്. അതിനുള്ള മരുന്ന് അടുക്കളയിലുള്ള സേവനം കൊണ്ടല്ല, മറിച്ച് തുല്യതയുള്ള കാഴ്ചപ്പാടുകളിലൂടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലൂടെയുമാണ് കിട്ടുന്നത്. ആ ടീച്ചർ ചെയ്തത് തെറ്റാണ്. അതിനെ ന്യായീകരിക്കാൻ ദളിത് തൊഴിലാളികളെ ഒരു മറയാക്കി കൊണ്ടുവരരുത്.